ഹലോ ഗൈസ്, നമസ്കാരം. പാരീസ് ഫിലിം റിവ്യൂവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് റിലീസായ പാൻ ഇന്ത്യൻ സിനിമ വർമ്മയുടെ വരവ് എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് പാരീസ് ഫിലിം റിവ്യൂ ചെയ്യുന്നത്. പറയാതിരിക്കാൻ നിവർത്തില്ല ഗൈസ്, കൂതറപ്പടം, അട്ടർ ഫ്ലോപ്പ്. 2.25 മണിക്കൂർ വേസ്റ്റായി എന്ന് പറയുന്നതല്ലാതെ വർമ്മയുടെ വരവ് എന്ന ചിത്രത്തെക്കുറിച്ച് പറയാൻ വേറെ വാക്കുകളില്ല. മലങ്കൾട്ട് ഡയലോഗുകളും ഭയങ്കര ബിൽഡപ്പ് കൊടുത്തിട്ട് കൂതറ ഡയലോഗുകളും കുത്തി നിറച്ചുകൊണ്ടുള്ള അസഹനീയമായ ഒരു ബോംബ് ചിത്രമായി മാറിയിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന വർമ്മയുടെ വരവ്. ഇതിലെ നായക കഥാപാത്രം ചെയ്യുന്ന ഉണ്ണിയേട്ടന്റെ ബിൽഡപ്പിൽ ഹെലികോപ്റ്ററിൽ വന്നിരുന്ന് ഹെലികോപ്റ്ററിന് ഉള്ളിൽ നിന്നും ചാടുന്ന ഒരു രംഗമുണ്ട്. വളരെ സ്റ്റൈലായിട്ട് മുന്നിൽ നിന്നുകൊണ്ട് കൂതറ തറ വർത്താനം പറയുന്ന പോലത്തെ ഡയലോഗ് വിട്ടിട്ട് എൻ്റെ പൊന്നേ സഹിക്കാനൊക്കുന്നില്ല. പിന്നെ ഉള്ളത് നായിക കഥാപാത്രം ചെയ്യുന്നത് അയ്യപ്പനും വാവരും എന്നുള്ള സിനിമയിൽ കുട്ടിയുടെ വേഷം ചെയ്ത ദമയന്തിയെ എന്തൊക്കെയോ വെച്ച് കെട്ടി അദ്ദേഹത്തിന്റെ ചെറുമോളാകാൻ പ്രായമുള്ള ഉണ്ണിയേട്ടൻ വന്നിട്ട് ഡാൻസ്. ഈ ദമയന്തിയാണെങ്കിൽ ഒന്ന് അഭിനയിക്കാൻ പോയിട്ട് ചത്ത അയിലയുടെ കണ്ണ് പോലെ ജീവനില്ലാത്ത കണ്ണും ചോക്കടിപ്പിച്ചാൽ പോലും എക്സ്പ്രഷൻ വരാത്തൊരു മുഖവും വെച്ചിട്ട് നിന്നുള്ള എൻ്റെ പൊന്നോ ഇങ്ങനെ ഒരു അഭിനയം. ആ അഭിനയം കണ്ട് എൻ്റെ സൈഡിൽ കാഴ്ചക്കാരായി 3-4 ഫാമിലി ഇരിപ്പുണ്ടായി. അവരുടെ കൂർക്കമ്പലി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനൊക്കെയാണ് മാച്ചായിട്ട് എനിക്ക് തോന്നി. സഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്ത് സ്വപ്നം കാണുന്ന പോലത്തെ ഒരു ഡാൻസ് മലേഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെ പോയി ഷൂട്ട് ചെയ്ത ആ പാട്ടിൻ്റെ വരികൾ എന്ന് പറഞ്ഞാൽ നിങ്ങളത് കേട്ടിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ബോധോദയം ഉണ്ടാവും. നമ്മൾ ജോലി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കുന്ന 150 രൂപ മുടക്കി ഇതുപോലത്തെ ഒരു ശിക്ഷ അനുഭവിക്കാൻ ചെല്ലരുതേ എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അത്രയും വധം പടമാണ്. ഇവിടെ മൊയ്തു എന്ന ഒരു സംവിധായകൻ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. ഈ മൊയ്തു ഏതെങ്കിലും ഒരു ഫിലിം ഷൂട്ടിംഗ് നടക്കുന്ന ഒരു ലൊക്കേഷനിലെങ്കിലും പോയി തലയിട്ടൊന്ന് എത്തി നോക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് പോലും ഇല്ലാതെ ഒരു പടം പടച്ചു വെച്ചിരിക്കുന്നു. ഇതിൻ്റെ പ്രൊഡ്യൂസർ ശീതളനെന്നോ മറ്റോ ഒരു ശീതളൻ എന്ന് പറഞ്ഞൊരു പാവപ്പെട്ടവനാണ്. ഇതിൻ്റെ ഒരു വേദനിക്കുന്ന കോടീശ്വരനാണ് ഈ പടം ചെയ്തിട്ടുള്ളത്. ഈ മൊയ്തുവിൻ്റെ വാക്കും കേട്ട് ഇത്രയും കോടി രൂപ മുടക്കാൻ ഇറങ്ങിക്കുന്ന ഈ ശീതളനൊക്കെ ഈ പടം റിലീസായതിന് ശേഷവും ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെ അറിയുന്നത് അത്ഭുതമാണ്. അദ്ദേഹം ഈ പടം പിടിച്ച കാശിന് കുറേ പാവപ്പെട്ട സാധുക്കൾക്ക് കഞ്ഞി വാങ്ങിക്കൊടുത്തെങ്കിൽ അവരുടെ പ്രാർത്ഥനയെങ്കിലും ഇയാളുടെ ജീവിതത്തിൽ ഉണ്ടായതിന് അത്രയും വൃത്തികെട്ട ഒരു പടമാണ് വർമ്മയുടെ വരവ് എന്നും പറഞ്ഞ് പടച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ വേലയെടുത്ത കാശ് കൊണ്ടുപോയി ഈ പടം കാണുന്നതിലും ഭേദം നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ആ പൈസക്ക് വീട്ടിൽ വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് എല്ലാവർക്കും സന്തോഷമായിട്ടിരുന്ന് തിന്ന. അല്ലാതെ ഒന്നും ഈ പടത്തിനെ കുറിച്ച് പറയാനില്ല. ഒരു വില്ലനുണ്ട്, നമ്മുടെ ഉണ്ണിയേട്ടൻ ഇടിക്കുന്ന ഒരു വില്ലൻ. കാക്ക ഷോക്കടിച്ച പോലത്തെ ഒരു വിഗും ചാക്കവള്ളി ഫെവിക്കോളിൽ മുക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെച്ച പോലത്തെ താടിയും. എൻ്റെ ദൈവമേ, ആരാണ് ഇതിൻ്റെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ്? ഇതുപോലെ മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും നാറിയ ഒരു പടം റിവ്യൂ പറയാൻ പോലും എനിക്ക് അപമാനം തോന്നുന്ന രീതിയിലുള്ള പടമാണ് ഈ വർമ്മയുടെ വരവ്. ഇനി ഈ വർമ്മയുടെ വരവ് കാണാൻ ആരെങ്കിലും തിയേറ്ററിലോട്ട് വരുമോയെന്ന് നമുക്ക് കണ്ടറിയാം. ഇത്രയും വൃത്തികെട്ട ഒരു പടത്തിന് മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇത്രയും വൃത്തികെട്ട ഒരു പടം ഇനി നമ്മുടെ മലയാളത്തിൽ ഇറങ്ങാനില്ല എന്നാണ്. ഇതിന് ഞാൻ ആവറേജ് ഒരു 10-ൽ 1/2 മാർക്കാണ് എൻ്റെ റേറ്റിംഗ്. അപ്പൊ അടുത്തൊരു പടത്തിന്റെ റിവ്യൂമായി വീണ്ടും വരാം. ഓക്കെ. എന്താണ് അവിടെ? എന്തേ നീ ഇപ്പൊ എവിടെ തുപ്പിയത്? ഞാൻ റിവ്യൂ ചെയ്താണ് അച്ഛാ. ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിന്റെ റിവ്യൂ തേങ്ങ മൂടൊക്കെ പുറത്തു പോയിട്ട് എവിടെയും ചെയ്തോന്ന്. ഈ വീട്ടിനുള്ളിൽ തുപ്പരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഇതിപ്പോ ഞാൻ എന്ത് ചെയ്തിട്ടാണ്? ഞാനൊരു സ്കൂളിലെ വാദ്യാരായിരുന്നു. പുറത്തിറങ്ങിയ ആളുകൾക്ക് മുഴുവൻ അറിയാൻ നീ എൻ്റെ മകനാന്നുള്ളത്. ഈ വക വായ തോന്നിയത് മുഴുവൻ ഇരുന്നിട്ട് ഫോണിൽ ഇതിങ്ങനെ ഇരുന്നിട്ട് നാട്ടുകാരെ കാണിച്ചു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കൂടാ? അച്ഛൻ, എനിക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്. അവരുടെ ഒരു ലാംഗ്വേജിൽ തന്നെ ഞാൻ വീഡിയോ ചെയ്താലേ എൻ്റെ വീഡിയോ ഇറക്കുള്ളൂ. അല്ല ആളുകൾ അതിൻ്റെ അടിയിൽ കമന്റ് എഴുതിയിടും. അച്ഛൻ്റെ അധ്യാപക മണിപ്രവാളത്തിലൊക്കെ എനിക്ക് പറയാൻ പറ്റുമോ? അവർക്ക് ഇഷ്ടപ്പെടുന്ന ഭാഷ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നിനക്ക് ഇഷ്ടമാവുന്ന സിനിമ വേറൊരാൾക്ക് ഇഷ്ടമായിക്കൊള്ളുന്നില്ല. ഇനി പുറത്തൊരാൾക്ക് ഇഷ്ടമായ സിനിമ നിനക്കും ഇഷ്ടമായിക്കൊള്ളുന്നില്ല.
ആളുകൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോയി കണ്ടോട്ടെ എന്ന്, ഇത് കാണണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കണ എന്തിനാണ്? എന്റെ അച്ഛൻ ആയിരക്കണക്കിന് ആളുകൾ എന്റെ അഭിപ്രായം അറിഞ്ഞിട്ട് സിനിമക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്റെ അഭിപ്രായം കാത്തിരിക്കണവർക്ക് എനിക്ക് സത്യസന്ധമായിട്ട് എന്റെ അഭിപ്രായം പറയണ്ടേ പടം കണ്ടു കഴിഞ്ഞാല്? ഇപ്പൊ നമ്മൾ ബൈക്കിന് പോകണമെന്ന് നോക്ക്, അവിടെ പോലീസ് ചെക്കിംഗ് ഉണ്ട് റോട്ടിൽ. അപ്പം എതിരെ വന്നവർക്ക് സിഗ്നൽ കൊടുക്കൂലേ? പോലീസ് ചെക്കിംഗ് ഉണ്ട്, സൂക്ഷിക്കാൻ പറഞ്ഞ്. അതുപോലത്തെ ഒരു സിഗ്നലാണിത്. എല്ലാരും പോയി അപകടത്തിൽ പെടരുത്. അല്ലാതെ അച്ഛന്റെ അധ്യാപകനെ വൃത്തിയും എന്റെ ജോലിയായിട്ട് എന്താണ് ഞാൻ കൂട്ടിക്കുഴക്കണത്? എടാ, ഒരു സിനിമ ചെയ്യുന്നതിന്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ അധ്വാനമുണ്ട്. എത്ര കുടുംബങ്ങളാ കഴിഞ്ഞു പോണത്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ? എന്നിട്ടൊന്ന് മയത്തിലെ ഒരു മര്യാദക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതല്ലേ? വെറുതെ ആളുകളെ വെറുപ്പിക്കാൻ നിൽക്കണ്ടല്ലോ ഈ സിനിമക്കാരെ. അയ്യയ്യോ, ഇത് എവിടെ തന്നെയായോണിത്? നമ്മൾ അവരോട് പറഞ്ഞ സിനിമ ചെയ്യും, ഞങ്ങൾ സിനിമ കാണാൻ മുട്ടി നിൽക്കുകയാണ്, ഒരു സിനിമയും കാട് ചെയ്യുന്നു. ആളുകൾ ജോലി എടുത്ത് കിട്ടണ പൈസ കൊണ്ടുപോയി കൊടുത്തിട്ട് കാണുന്ന സിനിമ നല്ലാണെന്ന് പറയും, ചീത്തയാണെന്ന് പറയും. ഒരു ചായ എടുത്തോ? അല്ല, ഏലത്തിരി ചായ ഉണ്ട്, ഞാൻ എടുക്കാം. അയ്യോ വേണ്ട, ചായ ഇപ്പം വീട്ടിൽ നിന്ന് കുടിച്ചോളൂ. അതെ, വേണ്ട ചായ വേണ്ട. എങ്ങനെയുണ്ട് അച്ഛപ്പ കച്ചവടം? എന്താ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വരണില്ല. ആണോ? പക്ഷെ അപ്പുറത്ത് നല്ല ആളുണ്ടല്ലോ. ആ, അവിടെ നല്ല ആളുണ്ട്, കോയയുടെ കടയിൽ. എല്ലാരും അങ്ങോട്ട് പോവാപ്പഴേ. സ്റ്റാഫൊക്കെ എന്തെങ്കിലും മേശപ്പുറത്ത് കയറിയിരിക്കണം, ആരെങ്കിലും വരുമോ ഇതൊക്കെ? ഞാൻ ആ കഴുതരടുത്ത് പറഞ്ഞതാണ് അതിന്റെ മുകളിൽ ഇരിക്കരുതെന്ന്. ഒന്ന് ഇറങ്ങ ഉണ്ണി അതിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക്. എല്ലാത്തിന്റെ വാക്കിൽ നൂര കഴിഞ്ഞ അതെ, നിങ്ങൾ രണ്ടുപേരും പിറകിൽ അടുക്കളയിൽ പോയിരുന്ന് വൃത്തിയും മെനയില്ലാതെ വാതിക്ക് വന്നിരുന്നതിന് കച്ചവടം ഉണ്ടാകണം. ആ പ്യാരിയെ, എന്താ പിന്നെ കടയുടെ കാര്യം പറഞ്ഞു രാവിലെ? അച്ഛൻ ഞാൻ ശരിക്കും ആലോചിച്ച്, അച്ഛനിപ്പോ ഈ കട നടത്തിയിട്ട് ഇതിന്റെ കറണ്ട് കാശും വാടകയും കൊടുക്കാൻ പറ്റുന്നുണ്ടോ? എവിടെ കൊടുക്കാൻ പറ്റണം? ഇതൊരു ഏർപ്പാട്, അങ്ങനെ നടന്നു പോകണമെന്ന് മാത്രം. ഇപ്പൊ നമ്മള് പണിയെടുക്കണ പൈസയാണ് അവന്മാർക്ക് ശമ്പളമായിട്ടും കൊടുക്കണം. ഈ ഇരിപ്പിരുന്നിട്ട് കാര്യമില്ല. ഞാൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നൊരു കാര്യം പറഞ്ഞു തരാം. നമുക്ക് ഈ കട ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ രാത്രി, ആ പരിപാടി അങ്ങോട്ട് തുടങ്ങാം. എടാ, അപ്പൊ ഈ വീട്ടിനൊക്കെ പറഞ്ഞു വിടേണ്ടി വരില്ലേ? എന്തിന്? ഇവര് കൂടെ നിന്നോട്ടെ. ഈ ഉണ്ണിയും സുതിയൊക്കെ ഉണ്ടാക്കണ ചീഞ്ഞ ഫുഡ് മതി. അപ്പൊ ആള് വരില്ലല്ലോ. ആളുകൾ ക്യൂ നിന്ന് മേടിക്കണ ഞാൻ കാണിച്ചു തരാന്ന്. അച്ഛൻ, നമ്മള് മലയാളികളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാനുള്ള ഒരു വിദ്യ എൻ്റെ അടുത്തുണ്ടെന്ന്. അവർക്ക് വൃത്തി വേണമെന്നില്ല, നല്ല ഫുഡ് വേണമെന്നില്ല, അവരെ എത്തിക്കാനുള്ള ഒരു ഐഡിയ എൻ്റെ അടുത്തുണ്ട്. അച്ഛൻ ഇവിടെ വിളമ്പണ ചീഞ്ഞ ചിക്കൻ കറിയും വളിച്ച പഴംപൊരി ഒക്കെ തന്നെ മതി. ആളുകൾ ക്യൂ നിൽക്കും നമ്മുടെ കടയിൽ. അതണ്ട, സുഗതനും ഭാര്യയാണാ പോണത്. കോപ്പം ഇങ്ങോട്ട് തിരിഞ്ഞു പോകില്ല. ഇവിടുന്ന് ചായ പിടിച്ച് പോയിട്ട് 16:50 ഇപ്പോഴും പറ്റി തരാൻ ബാക്കിയാ. ഇപ്പൊ ഒരു ഇവിടെ പിടിക്കില്ല. ഇപ്പൊ നേരെ കോയയുടെ കടയിൽ പോവാണ്. അപ്പൊ എൻ്റെ വയറുണ്ടല്ലോ, അത് ഇവിടുത്തെ പുട്ടും മുട്ടക്കറി തിന്നതാ. എല്ലാത്തിനും ഇവിടെ വരുത്തി തരും. ഇവന്മാരൊക്കെ നമ്മുടെ കടയിൽ ക്യൂ നിൽക്കും. ഞാൻ പറഞ്ഞ ഐഡിയ ചെയ്ത് വെച്ചാൽ മതി. അച്ഛൻ എൻ്റെ കൂടെ നിൽക്ക്. ഇത് നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. ഇവര് കൂടെ നിന്നോട്ടെ. ഉണ്ണി, രണ്ടുപേരും കൂടി പോയി ആ പാത്രമൊക്കെ കഴുകി റെഡിയാക്കി വെച്ചേ. ഇവിടെ നിർത്തേണ നമ്മള്. ഹലോ, മന്മത. ഇല്ല, തുടങ്ങി. ഇന്നലെ തുടങ്ങി. ഇല്ല, നല്ല റെസ്പോൺസാണ്. ആളുകൾ വന്നു തുടങ്ങിയല്ല. ഞാൻ ലൊക്കേഷൻ ഇട്ട് തന്നില്ലേ? നമ്മുടെ ആ പഞ്ചായത്ത് കിണറിന്റെ അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടേ ആരോടെങ്കിലും ചോദിച്ചാൽ മതി, സത്യന്റെ പറമ്പിലെ കടയെന്ന്. പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും അതൊക്കെ തന്നെ. ബീഫ് പുളുത്തിയത് കേട്ടാ പുള്ളി. ബീഫ് പുളുത്തിയത് 200. ഇത് പല്ലക്കുത്തി മതിയല്ലേ? ഉണ്ണി വളർത്തിയ പോത്ത് 2. എന്റെ പ്രശ്നമാണ് ആ കുളം കൊണ്ടാ. ആ കുളം നോക്കാൻ കൂട്ടി അത് ഇപ്പഴില്ല വരാലിനെ പിടിക്കുന്നു. അതാ ഞാൻ പറഞ്ഞു, എല്ലാം വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. അടിപൊളി തനതായ ശൈലിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. വലിയ ഇനിയും വരണം. അതിനകത്ത് മീൻ പിടിക്കേണ്ട സമയം. പായസം
പായസം കിട്ടിയാടാ? പായസം കിട്ടിയില്ല. പായസം കിട്ടിയില്ല. ഇങ്ങോട്ട് പോരി. ആ ഭക്ഷണം ഇവിടെ വന്നിട്ട് കഴിക്കാം. അച്ഛാ എങ്ങനെയുണ്ട് ഇപ്പൊ? ഓ തരക്കടില്ല, അത് നമുക്ക് നേരത്തെ തുടങ്ങണ്ടായിരുന്നു. അതെ, നമ്മുടെ പഴയ കടയിൽ ഉണ്ണി സുധി ഉണ്ടാക്കി കൊടുത്ത ചീഞ്ഞ ഫുഡ് തന്നെയാണ് ഈ പൊട്ടന്മാര് വന്നിരുന്ന് തിന്നണണ്ട. ഇനിയിപ്പൊ ഇന്ന് ചെലവാകാത്തത് നാളെ എന്തെങ്കിലും പേരിട്ട് കൊടുത്താ തിന്നോളും. അതെ, നമ്മുടെ ഫുഡ് ബ്ലോഗർ ഇല്ലേ മന്മഥൻ, മന്മഥനോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മന്മഥൻ ഇത് ബ്ലോഗ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടാലുണ്ടല്ലോ, ലോകം മുഴുവൻ സത്യന്റെ പറമ്പിലെ ഹോട്ടലിൽ ഹിറ്റാവും. പിന്നെ ഇവിടെ നിക്കാൻ പറ്റില്ല, കൈവച്ചാ കണ്ടിക്കണ കച്ചവടം ആയിരിക്കില്ലേ. പിന്നെ ആരെങ്കിലും ചോദിച്ചാ നമ്മള് ടൗണിൽ ചായക്കട നടത്തിയിരുന്നു പറയരുത്. അത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാലോ. അച്ഛനല്ലേ എല്ലാവർക്കും അറിയാവുന്നത്, മുതുമുത്തച്ഛനായിരിക്കും അറിയാമോ? നമുക്ക് പോലും അറിയാൻ പാടില്ല. അപ്പൊ നമ്മുടെ മുതുമുത്തച്ഛന്മാരൊക്കെ രാജകൊട്ടാരത്തിലെ പാചക വിദഗ്ധരാണെന്നും പിന്നെ നമ്മളിവിടെ പാചകം ചെയ്യണത് പഴയ സന്യാസി വര്യന്മാരുടെ രുചിക്കൂട്ടുകളാണെന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞടിച്ചോ. ആരും അത് അന്വേഷിക്കാനൊന്നും പോണില്ല. ഇപ്പൊ ഒറ്റ ദിവസം കൊണ്ട് ആള് കയറിയേക്കണണ്ട. എന്താ നമ്മള് 2-3 ദിവസം ഒരു പരസ്യം കൊടുത്തിനല്ല, ആ കുളത്തുനിന്ന് കയ്യോടെ മീൻ പിടിച്ചിട്ട് അപ്പ തന്നെ പൊരിച്ചു കൊടുക്കുന്നു. അതില് മീനുണ്ട്, ഒരു തവളക്ക പോലില്ല. ഞാൻ ഇന്നലെ പെരുത്തി നോക്കി. അതൊക്കെ പറയുന്നു. ആ കുളത്തിന്റെ അടുത്ത് ഒരു ചൂണ്ട ഇട്ടേക്കണണ്ട. ആ ചൂണ്ടയുമ്പോ ഞാനൊരു മീൻ കൊളുത്തിയിട്ടിട്ടുണ്ട്. നീ ആ ഓർഡർ ചെയ്യണ ആളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പെടപ്പിച്ച് ഇങ്ങോട്ട് പിടിക്കണം. അതിന്റെ മുമ്പിൽ കൂടി അങ്ങോട്ട് പോകണം പെടക്കണ പോലെ. അത് ശരിയാക്കി കൊടുക്കും. പക്ഷെ വേറെ കുറെ ഓർഡർ വന്ന് എന്താക്കും? എടാ, അവിടെ ഇന്നലത്തെ ബാക്കിയൊക്കെ ഇരിപ്പുണ്ട്. ഇതൊന്ന് കാണിച്ചിട്ട് അതങ്ങാട് പൊരിച്ചു കൊടുത്താ പോരെ. അത് അവിടെ പോയി കൊപ്പിളിക്കാൻ നിൽക്കണ്ട. എടാ, അതൊന്ന് വെച്ചേക്കാണ്. ആള് വന്ന് കൂടിയിട്ടുണ്ടല്ലോ. ചോദിക്കാതെ പറിച്ചിട്ട് പോവല്ലേ ഏട്ടാ. ആളുകൾ ചോദിച്ചാ കൊടുത്താ മതി. എടാ സുധി, നീ അയില വറുത്ത് കടിച്ചു പിടിച്ചേക്കണ എന്താ അവിടെ കൊണ്ട് വെച്ചേ? ഇത് മീശ ചേട്ടാ, അയിലല്ല. ശരി, ഇവിടെ നോക്കിയപ്പോ അവന് അയില കടിച്ചു പിടിച്ചേക്കെ. എവിടെയൊക്കെ അന്വേഷിച്ചു ബ്രോ ഇത്? അതെ, ഒരു ഹെൽപ്പ് ചെയ്യണമല്ല. എന്തുറ്റി? ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടേ. പക്ഷെ ഒരു റീച്ചും ഇല്ലാണ്ട് വർക്കൗട്ട് ആവുന്നില്ല. എന്താ വീഡിയോ എന്താ ചെയ്യണപ്പോ? വീഡിയോ നമ്മൾ ട്രാവൽ ബ്ലോഗ് ചെയ്ത് ഫുഡിന്റെ ചെയ്ത് 4 കൊല്ലം മുമ്പ് ഞങ്ങൾ ചെയ്ത സാധനം അതുകൊണ്ടൊന്നും കാര്യമില്ല. ആൾക്കാരല്ലേ, അച്ഛന്റെ പേര് കൊണ്ട് കളയരുത്. ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം. അതെ, എന്റെ ക്രിയേറ്റീവ് ഹെഡ് ഇതാണ് ഉണ്ണി. പക്ഷെ പുള്ളി പറഞ്ഞു തന്നെ ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവണില്ല. ഒക്കെ ചീറ്റി പോണേന്ന്. പുതിയ ഐഡിയ വല്ലതും ഉണ്ടോ? 3 പറഞ്ഞ് ചീറ്റ് ചെയ്ത് നോക്കണ്ട. ഇപ്പൊ നമ്മളൊന്ന് ചെയ്യാനാ പോകുന്നത്. എന്താ? സത്യമാഷി, ഇവന്റെ അച്ഛൻ കിടക്കുന്ന കിടക്കേന്റെ അടിയിൽ ഒരു കരിമൂർക്കനെ കൊണ്ടിടാം. അപ്പൊ അച്ഛൻ രാത്രി ഇങ്ങനെ നോക്കുമ്പോ ഇത് ചാന എണീച്ച് നിൽക്കുമ്പോ അച്ഛൻ എണീച്ച് നിൽക്കും. 2 വീഡിയോയിലൊക്കെ പറഞ്ഞാൽ വൈറലാവുമല്ലോ. എന്താ പാമ്പ് കൊത്തി കഴിഞ്ഞാൽ അച്ഛൻ തീർന്നു പോലോ. പക്ഷെ സാധനം വൈറലാവുമല്ലോ. അത് ശരി, അച്ഛൻ തീർന്നിട്ട് സാധനം വൈറലായിട്ട് എന്ത്? അത് നോക്കണ്ട. എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു. എനിക്ക് രക്ഷപ്പെടണം. യൂട്യൂബറിലായിട്ട് എനിക്ക് രക്ഷപ്പെടണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പാട്ട് പാടൂ? പാട്ട് പാടൂല. ഡാൻസോ? ഡാൻസ്. മിമിക്രി ഉണ്ടോ? മിമിക്രി അറിഞ്ഞൂടാ. അഭിനയം എന്തെങ്കിലും? അഭിനയം അങ്ങോട്ട് വരുന്നില്ല. ഒന്നുമില്ല. ഇപ്പൊ ചുരുക്കി പറഞ്ഞാ എനിക്കിപ്പോ യാതൊരു കഴിവുമില്ല. യൂട്യൂബിൽ രക്ഷപ്പെടുകയും വേണം. അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് ഐഫോൺ ഉണ്ട്. ഐഫോൺ ഇപ്പൊ ഒരു കഴിവല്ലല്ലോ. അല്ല, ഇത് വെച്ച് രക്ഷപ്പെടാനല്ലോ. ഏകദേശം ഈ ഞാനും ഒരേ റൂട്ടാ. എനിക്കും യാതൊരു കഴിവില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ ഭയങ്കര റീച്ചാ. നമ്മള് പ്രാങ്ക് കൊണ്ട് രക്ഷപ്പെട്ടല്ലേ. ഓർപ്പടില്ലേ ആര്? പ്രാങ്കൻ. എന്തിനാണ് ഇതിനൊക്കെ നമ്മളെ ലാസ്റ്റ് പ്രാങ്കിന് എത്രയാടാ വ്യൂവേഴ്സ്? 1.5 മില്യൺ. കണ്ടാ മദ്യക്കുപ്പിടുത്ത് ഓടി കളവായി. അപ്പൊ ഞാൻ വന്ന പ്രാങ്ക് ചെയ്യാം. പ്രാങ്ക് ചെയ്യണ്ട, അത് ഞങ്ങൾ ചെയ്യണ്ടല്ലോ. അനക്ക് ഞാൻ വേറെ ഐഡിയ പറഞ്ഞുതരാം. അതെ, ഇപ്പൊ രക്ഷപ്പെടണമെങ്കിൽ കുറച്ച് മസാല ചേർക്കാം. ചിക്കൻ മസാല. ചിക്കൻ മസാല അല്ല ചെങ്ങായി. അനക്ക് എന്തേലും ഇതിന് മുമ്പ് പണി? ഡ്രൈവർ. എന്തിന്റെ? JCB. വെറുതെ അല്ല. അതെ, ഞാൻ പറഞ്ഞതേ ഇക്കിളിപ്പെടുത്തുക. ഞാൻ എത്ര ഇക്കിളിയാലും ഇവനെ എടുപ്പിടൂല. ഇതൊന്നും മിണ്ടാണ്ടൊക്കെ പ്രേക്ഷകർ ഇക്കിളിപ്പെടുത്തുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുക. എങ്ങനെ സംഭവം മനസ്സിലായോ? ഇല്ല. ആൾക്കാർക്ക് ചെറിയൊരു ഇക്കിലേക്ക് വരുത്തല്ല. എന്ത് പ്രശ്നം? വീഡിയോ കാണിക്കണ്ടല്ലോ. പുതിയ ട്രെൻഡാണ്. നിങ്ങൾക്ക് അത് ചെയ്യാൻ ഇഷ്ടമാണോ? നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ?
ഞങ്ങളെ പുതിയ ഡയലോഗ് പബ്ലിക് റിവ്യൂ. കുറച്ച് ചെക്കന്മാരെടുത്ത് പോയിട്ട് ഓരോ കുറച്ച് ഒപ്പീനിയൻ ചോദിക്കുക, പെൺകുട്ടികളുടെ അടുത്ത് പോയി ചോദിക്കുക. അപ്പൊ ഓരോ മറുപടി കേൾക്കാൻ ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നമ്മ ഉളത്തരം പറയണം. അതന്നെ ഇതങ്ങോട്ട് വൈറലാവും. പബ്ലിക് റിവ്യൂ എത്ര പേര് എടുക്കുന്നുണ്ട്? അപ്പൊ പബ്ലിക് റിവ്യൂ ആണെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്താൽ ഞാനിപ്പോ ഇതിലേക്ക് കടക്കാൻ നിൽക്കുക. അയ്യോ വേണ്ട വേണ്ട, ഞാൻ കടന്ന് ഞാനപ്പോ ഇന്നോട്ട് തുടങ്ങിയാണ്. ഞാൻ ഇക്കിളി പൊളിക്കും. പൊളിക്ക്. ഓക്കെ. പിന്നെ ഒരു ഉപകാരം ചെയ്യാൻ പറ്റും. എന്താണ്? ഇവനെ നിങ്ങൾ എടുത്തിട്ട് ഇവനെ എനിക്ക് തരാൻ പറ്റും. അയ്യോ ഇത് നമ്മളെ ചങ്ക് ബ്രോണ് മോനെ. കളില്ല ചെല്ലേ. ഓൾ ദ ബെസ്റ്റ്. ക്ലിപ്പെടുത്താൻ തുടങ്ങി. ഹായ് ഗൈസ്, നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും സമൂഹത്തിനും ഉപകാരപ്രദമാവുന്ന ഒരു വിഷയമാണ് അവിഹിത ബന്ധം. അവിഹിത ബന്ധം എങ്ങനെ വിജയകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മുടെ അവിഹിത ബന്ധങ്ങൾ മുഴുവൻ വാട്സപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയുമാണ്. അപ്പോൾ ഇത് ഭാര്യ കാണുമോ ഭർത്താവ് കാണുമോ എന്നൊക്കെ ഉള്ള ഭയമാണ് നമ്മളെ അകാല മരണത്തിലേക്ക് നയിക്കുന്നത്. അവിഹിത ബന്ധം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. നമുക്ക് 1, 2, 3, 4 ഒക്കെ അവിഹിതങ്ങൾ ചെവി അറിയാതെ തമ്മിൽ ബന്ധപ്പെടാതെ ഇതുവരെ പിടിക്കപ്പെടാതെ വിജയിച്ചവരിൽ പഠനം നടത്തി കണ്ടെത്തിയ വിവരങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പകർന്നു നൽകുന്നത്. ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യത്തിൽ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് അവിഹിത ബന്ധം. ഒരു പങ്കാളി മാത്രം ഉള്ളപ്പോൾ നമുക്ക് മടുക്കും, മനുഷ്യനായ മടുക്കും. ആ മടുപ്പ് മാറ്റി എൻജോയ് ചെയ്ത് ജീവിക്കുന്നതിന് വേണ്ടി അതിബുദ്ധിയും സാമർഥ്യവും നൈപുണ്യവും ഒക്കെ വേണ്ടുന്ന ഒരു കാര്യമാണ് അവിഹിത ബന്ധം. ഈ ഞാൻ പറയുന്ന 10 കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുത്ത് നിങ്ങൾ അത് ജീവിതത്തിൽ പകർത്തി നല്ല അവിഹിത ബന്ധങ്ങളിലൂടെ പല കുടുംബങ്ങളും തകർത്ത് മാനസികമായി ചിരിച്ചുകൊണ്ട് ആർക്കും ഒന്നും സംഭവിക്കാത്ത വിധത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നേടി ജീവിക്കാൻ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്കാരം. ക്രേസി പ്യാരി യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ മനോഹരമായ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ യുവജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു. ഇതിന് കേരളം ചുരുക്കുന്നത് ഇന്ത്യ ആയിക്കോട്ടെ. ഇന്ത്യയിലെ യുവജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, ഈ സമൂഹം എന്താണ് ചർച്ച ചെയ്യുന്നത്, അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുകയാണ്. അതെ, ഒരു ചേട്ടൻ പറഞ്ഞിട്ട് നമുക്ക് അയാളോട് ചോദിക്കാം. പേരെന്താണ്? ബാപ്പു. നല്ല അസല് പേര്. അപ്പൊ ബാപ്പുവിനോടാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. പ്യാരി ക്രേസി യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് താല്പര്യമുള്ള നമുക്ക് ഇഷ്ടമുള്ള സ്ത്രീകളെ കണ്ടാൽ ചേട്ടൻ ആദ്യം എങ്ങോട്ടായിരിക്കും നോക്കുന്നത്? അതെ പറഞ്ഞോളൂ, മനസ്സോർന്ന് പറഞ്ഞോളൂ. അയ്യോ അല്ല, നമ്മൾ എവിടെ നോക്കും അതാണ് പറയേണ്ടത്. നമ്മൾ എവിടെയാണ് ആദ്യം? ചേട്ടന്റെ കള്ളച്ചിരി കണ്ടോ? ചേട്ടനെ അറിയാം, അതാണ് നമുക്ക് വേണ്ടത്. പറയൂ. മറുപടി ഉണ്ട്, മുഖത്തുണ്ട് മറുപടി. ചേട്ടൻ പറയൂ, കാണട്ടെ. ആ ചേട്ടന് നാണമുണ്ട്. ചേട്ടനെ പറയിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങുള്ളൂ. നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം. നമ്മുടെ രസകരമായ ചോദ്യത്തിന് ഉത്തരം കിട്ടാതിരിക്കില്ല. ഇവിടെ ഒരു ചുള്ളം പയ്യൻ ഇളനീരൊക്കെ അടിച്ച് ചില്ല് ചെയ്ത് നിൽപ്പുണ്ട്. നമുക്ക് ചോദിക്കാം. നമസ്കാരം, ഞങ്ങളൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. ഞങ്ങളൊരു ചോദ്യം ചോദിക്കും, താങ്കൾ സത്യസന്ധമായിട്ടുള്ള മറുപടി പറയണം. എന്താണ് പേര്? മോഹൻ. അപ്പോൾ എന്താണ് നമ്മുടെ യുവജനങ്ങളുടെ മനസ്സിൽ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ എതിരെ ഒരു സ്ത്രീ വരുന്നു, ഒരു പെണ്ണ് വരുന്നു, കാണാൻ സുന്ദരിയായ ഒരു പെണ്ണ് വരുന്നു. മോഹൻ ആദ്യം അവരെവിടെയാണ് നോക്കുന്നത്? പറയൂ, നാണിക്കണ്ട. അത് തന്നെ. അത് പറ. മോഹൻ പറയുന്നുണ്ട്. എവിടെ? മുടി. അതല്ല ചോദിച്ചത്. നമ്മൾ സുന്ദരിയായ അതോടെ ഒരു സ്ത്രീ വരുമ്പോ നമ്മൾ എവിടെയായിരിക്കും ആദ്യത്തെ നമ്മുടെ നോട്ടം എവിടെയായിരിക്കും? അത് പറയൂ. നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, അത് ജനം അറിയട്ടെ. പറയൂ. ആണിന്റെ കണ്ണിൽ അതെ, ഒരു ചേച്ചി പോകുന്നുണ്ട്. ചേച്ചിയോട് ചോദിക്കാം. ഹലോ ചേച്ചി ഒന്ന് നിൽക്കും. ഇത് ക്രേസി പ്യാരി യൂട്യൂബ് ചാനലിൽ നിന്നുമാണ് വരുന്നത്. ചേച്ചിയോട് ഒരു ചോദ്യം ചോദിക്കും. അപ്പൊ ചേച്ചി സത്യസന്ധമായി അതിന് മറുപടി പറയണം. ചേച്ചിയോട് ചോദിക്കാനുള്ള ചോദ്യം, നമ്മൾ ഒരു പുരുഷനെ കണ്ടാൽ
പുരുഷനെ കണ്ടാൽ ചേച്ചി അയാളുടെ എവിടെയായിരിക്കും ആദ്യം നോക്കുന്നത്? പറയൂ. പറഞ്ഞിട്ട് പോകൂ. ചേച്ചിക്ക് അറിയാം അത്. ഹലോ പറയൂ ചേച്ചി. ഇല്ലേ ഒരു ആളെ കണ്ട ചേച്ചി എവിടെ നോക്കൂ, അത് പറഞ്ഞാ മതി. പറയൂ. ചേച്ചി മിണ്ടുന്നില്ല. നമുക്ക് പറയിപ്പിക്കാൻ നോക്കാം. ഓ ചേച്ചി അവിടേക്ക്. ചേട്ടാ എന്താണ് പേര്? എൻ്റെ പേര് രാഘവൻ. അപ്പൊ ഞങ്ങളൊരു ചോദ്യം ചേട്ടനോട് ചോദിക്കും, ചേട്ടൻ അതിന് മറുപടി പറയണം. ഇപ്പൊ ചേട്ടനോടുള്ള ചോദ്യം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സുഖം കിട്ടുന്നത് എന്ത് ചെയ്യുമ്പോഴാണ്? മറുപടി പറയൂ. ആലോചിക്കണ്ട. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സുഖം അനുഭവിക്കുന്നത് എന്ത് ചെയ്യുമ്പോഴാണ്? പറയൂ. ഒരു 2-3 ബീഗറടിച്ചിട്ട് മൂത്രയിക്കാണ്ട് നിന്നിട്ട് അവസാനം മുട്ടി നിന്നിട്ടാകുമ്പോൾ ഒരു മൂത്രയിക്കുമ്പോൾ ഒരു സുഖം. വളരെ നല്ല ഉത്തരമാണ് ചേട്ടൻ പറഞ്ഞത്. വെരി ഗുഡ്. നല്ല ഉത്തരമാണ് പറഞ്ഞത്. ഒരുണ്ണി മൂത്രയിക്കല ബീർ കുടിച്ചിട്ട് എന്റെ കൂടെ വൈറലാക്കണ്ടേ ബാബा. ഇവിടെ ഒരാളിരിപ്പുണ്ട്. ലേഡീസ് ഹോസ്റ്റലിന്റെ മുമ്പിൽ ഒരാൾ കുന്തക്കാലിലിരിപ്പുണ്ട്. ചേട്ടാ നമസ്കാരം. ഇങ്ങനെ ഇരുന്ന ശരീരം തെറ്റിദ്ധരിക്കൂലേ, എഴുന്നേറ്റേക്ക്. നമസ്കാരം. എന്താണ് പേരെന്താണ്? എന്റെ പേര് കോയ. ഞങ്ങള് ക്രേസി പ്യാരി യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അപ്പൊ ഞങ്ങളൊരു ചോദ്യം ചോദിക്കും. അപ്പൊ അതിനോട് സഹകരിക്കണം. ഇപ്പൊ ഒരുപാട് പേര് രസകരമായ ഉത്തരങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ ചോദ്യം, നമ്മുടെ ജീവിതത്തിൽ ഈ പ്രായം വരെ ജീവിച്ച കോയക്കാക്ക് ജീവിതത്തിൽ ഏറ്റവും സുഖം കിട്ടുന്നത് എന്ത് ചെയ്യുമ്പോഴാണ്? നമുക്ക് ജീവിതത്തിൽ ഏറ്റവും സുഖം കിട്ടുന്നത് എന്ത് ചെയ്യുമ്പോഴാണ്? അതാണ് ഉത്തരം പറയേണ്ടത്. ആലോചിച്ച് പറഞ്ഞോളൂ. ഞാൻ പള്ളിയിലേക്ക് വാങ്ങിക്കാണ്. പള്ളിയിലോട്ട് പോയിക്കോ. നമുക്ക് ഈ ഒരു ഉത്തരം കിട്ടിയാൽ മതി. നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഈ പ്രായം വരെ ജീവിച്ചല്ലോ. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള സുഖങ്ങളിൽ ജീവിതത്തിൽ ഏറ്റവും സുഖം കിട്ടിയത് എന്ത് ചെയ്യുമ്പോഴാണ്? അതാണ് പറയേണ്ടത്. പറയൂ. അത് നിങ്ങളെ അങ്ങനത്തെ ചെറുപ്പക്കാരൊക്കെ ഉണ്ടോ? ഓരോരുത്തൊക്കെ പോയി ചോദിക്കാം. അല്ലാണ്ട് എന്നോടല്ല ചോദിക്കാം. കോയൊക്കെ പറയും. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യനുള്ള ആൻസർ കോയൊക്കെ ഇപ്പൊ പറയും. നമ്മുടെ ആൻസർ ഇക്ക് ചെറുപ്പത്തില് ഇക്ക് വട്ടച്ചൊറി ഉണ്ടായിരുന്നു. വട്ടച്ചൊറി കണ്ടിട്ടോ? അതിങ്ങനെ വയറിന്റെ മുകളിൽ വയർപ്പുള്ളോർത്തൊക്കെ ഇങ്ങനെ ചൊറിയും. അപ്പൊ ചൊറിയുടെ ചുറ്റും ഇങ്ങനെ മാന്ത. അതൊക്കെ നല്ല സുഖമുള്ള ഒരു കാര്യം. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച അതല്ല. ഉദ്ദേശിക്ക് പറയാൻ പറ്റുമോ? മാന്യമര്യാദയായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് ഈ ഉദ്ദേശിച്ച അതൊക്കെ മനസ്സിലായി. അത് പറയൂ. അറിയാം. പിന്നെ നമുക്ക് ചെവി കടിക്കുമല്ലോ. ചെവി കടിക്കുമ്പോ ഒരു കോഴിത്തൂവൻ എടുക്കുക. എന്നിട്ട് ആ ചെവി കടിക്കുമ്പോ അങ്ങനെ ആക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം. അതല്ലാതെ പിടുത്തം തരുന്നില്ല. നമുക്ക് വേറൊരാൾ വരുന്നുണ്ട്. നമുക്ക് അത് ചോദിക്കാം. നമസ്കാരം ചേട്ടാ. ഞങ്ങൾ ക്രേസി പ്യാരി യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അപ്പൊ ഒരു ചോദ്യം ചോദിച്ചാൽ ചേട്ടൻ അതിനൊരു ഉത്തരം പറയണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്ത് ചെയ്യുമ്പോഴാണ്? അത് തന്നെ പറയൂ. ഉത്തരം പറയൂ. ശരിയല്ലല്ലോ. ഇതൊന്ന് വയസ്സായ ഒരാളുടെ അടുത്ത് ജാതി വർത്താനം ചോദിക്കാൻ പാടുണ്ടോ? എന്നോട് ഞാൻ പറഞ്ഞില്ല മാന്യായിട്ട് 2 കാര്യം. നിങ്ങളോട് ഈ ആദ്യം മറുപടി പറഞ്ഞിട്ട് വസലാവേണ്ട കാര്യമല്ല. ഇതിപ്പോ ഇക്കടെ ചോദ്യം കഴിഞ്ഞ് നമ്മൾ ഇയാളോടെ ചോദിക്കണം. ചോദിച്ചത് ശരിയല്ല. അതിന്റെ മറുപടി പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാ. അല്ല, ഇക്കടെ മറുപടി പറഞ്ഞല്ല. ഈ പറഞ്ഞിട്ടില്ല. ഇപ്പൊ പുള്ളിയുടെ ചാൻസ് ആണിത്. പുള്ളി ഉത്തരം പറയട്ടെ. അയ്യോ, പേരെന്താണ്? നിസാർ പറയട്ടെ. പറയണ്ട. ഓനിക്കെന്താ പറയണ്ടേ? നമസ്കാരം. ക്രേസി പ്യാരി യൂട്യൂബ് ചാനലിൽ നിന്നാണ്. എന്താണ് പേര്? എന്റെ പേര് റസാഖ്. ഇതൊന്ന് ചോദിക്കട്ടെ എന്റെ പൊന്നാരിക്ക. ചോദിച്ചതിന്റെ കാര്യം പറയണോ? അതെ, ഇതിപ്പോ അതൊന്നും അറിയണ്ട. ഈ വയസ്സാം കാലത്ത് ഇവിടെ വെക്കുമ്പോ
ഇന്നോട് ഈ ചോദ്യം ചോദിച്ചാൽ ഇക്കാനോട് ചോദിച്ചില്ല ഏറ്റവും കൂടുതൽ സുഖം കിട്ടണ എപ്പോഴാന്ന് ഇക്ക പറഞ്ഞു. അത് രണ്ടെണ്ണം പറഞ്ഞിട്ട് ഈ സമ്മതിച്ചില്ല. അതെന്തുകൊണ്ട്? എന്റെ ചോദ്യം എന്തുകൊണ്ട് തൃപ്തിയായില്ല? അതെ ഞങ്ങള് വർക്ക് ചെയ്തോട്ടെ. വർക്കല്ലട നായി. വയസ്സാം കാലത്ത് ഇവിടെ പള്ളിക്കൽക്ക് പോവാൻ നിക്കണ എന്നെ ഇത് വന്നിട്ട് ഈ സുഖവിവരം അന്വേഷിക്കാൻ വന്ന ചെയ്തോട്ടെ. ഈ റോട്ടിൽ കൂടെ പോണ മാന്യന്മാരെ വിളിച്ചു വരുത്തിയിട്ട് എന്താ ഉദ്ദേശിച്ചത്? യൂട്യൂബ് ചാനൽ ഒരു അരി മേടിക്കണ ഇത് വെച്ചോ ഇതൊന്നും ചെയ്തോട്ടെ ഉപദ്രവിക്കില്ല ചെയ്തോട്ടെ. അതെ ഓക്കെ ഓക്കെ പോട്ടെ. ആ വേറൊരു ചേച്ചി വരുന്നുണ്ട്. ആ ചേച്ചിയോട് നമുക്ക് ചോദിക്കാം. ചേച്ചി നമസ്കാരം. ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ നിന്നാണ്. എന്താ പേര്? സ്വപ്ന ചേച്ചിയോടാണ് നമ്മുടെ ചോദ്യം. ചേച്ചി അധികം വളച്ചു കെട്ടില്ലാതെ ചോദ്യം ചോദിക്കാം. നമ്മൾ പുരുഷന്മാരെ കാണുമ്പോൾ ചേച്ചി ആദ്യം നോക്കുന്ന സ്ഥലം ഏതായിരിക്കും? നമ്മൾ പുരുഷന്മാരെ കാണുമ്പോൾ ചേച്ചി ആദ്യം നോക്കുന്നത് ഏത് സ്ഥലത്തിട്ടായിരിക്കും? എൻ്റെ പേര് പാരി. ലൈവാണ്. തുടങ്ങല്ലേ? ഹലോ ഗൈസ്, എല്ലാ വ്യൂവേഴ്സിനും ക്രേസി പ്യാരി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം സുന്ദരികളായ സ്ത്രീകളെ എങ്ങനെ വശീകരിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള 10 മാർഗങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഇല്ല. അവൻ വീഡിയോ എടുക്കണം. അവന്റെ വീഡിയോ എടുക്കാൻ ഇന്നത്തോട് കൂടി ഞാൻ നിർത്തും. എന്തുണ്ടായേ? ഏകദേശം 1 മിനിറ്റോളം നമ്മുടെ കണ്ണിൽ നോക്കിയിരുന്നാൽ നമുക്ക് മനസ്സിലാക്കാം അവർ നമ്മളിൽ വഴങ്ങിക്കഴിഞ്ഞെന്ന്. ആ മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ 2 കൈയും ഉയർത്തി വലത്തെ കൈയെടുത്ത് പെൺകുട്ടിയുടെ ഇടത്തെ തോളിൽ പതുക്കെ സ്പർശിക്കുക. ഞാൻ അങ്ങോട്ട് വരായിരുന്നാണ്. അളിയാ, നമ്മുടെ കുടുംബത്തിന്റെ മാനം പോയ അളിയാ. എന്താണ്? നമ്മുടെ കുടുംബത്തിന്റെ മാനം പോയി. എങ്ങനെ പുറത്തിറങ്ങി നടക്കുക? കുടുംബത്തിന് മാനം പോകാതെ അങ്ങനെ ഇരിക്കും. അളിയാണ് ഒരു കാരണക്കാരൻ. ഞാനെന്ത് ചെയ്ത്? പ്യാരിയാതനാണ് ഇതിനൊക്കെ കാരണം. അവൻ അവന്റെ ചാനലിൽ വൃത്തികെട്ട ഓരോ സാധനങ്ങൾ ഇട്ടിട്ട് എന്റെ മോളെ കെട്ടായിരുന്നു അവനെ വിളിച്ചിട്ട് പറഞ്ഞേക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ അടിക്കാൻ. അത് കേട്ട വഴിക്ക് അവൻ ഈ നാളെ കെട്ട കുടുംബത്തിന്റെ പെണ്ണ് വേണ്ടാന്ന് പറഞ്ഞ് ബന്ധം ഒഴിവായി അളിയാ. എന്റെ മോളുടെ ജീവിതം പോയി അളിയാ. അപ്പൊ അത് സംഭവിച്ചു. ഇതിനൊക്കെ കാരണക്കാരൻ അളിയൻ മാത്രമാണ്. ഞാനല്ല, അളിയന്റെ മോനാണ്. അളിയൻ മാത്രമാണ്. അളിയൻ പറഞ്ഞു കേട്ടോ ഞാൻ ഫോൺ വാങ്ങിച്ചു കൊടുത്തത്. അതിന് വൃത്തികെട്ട ഓരോ സാധനമാണോ കാണിക്കുക? വൃത്തികെട്ട പുറത്തൊക്കെ ഇറങ്ങാൻ വയ്യ മനുഷ്യന്. അതിനെന്തെങ്കിലും ഒരു വഴി പറ. അവൻ വീഡിയോ ഷൂട്ട് ചെയ്യണം. ഷൂട്ടിംഗ് ഞാൻ എന്താണ് ആളുകൾ ഓരോന്ന് ചോദിക്കുമ്പോ മനുഷ്യനെ തൊലി വിരിഞ്ഞു പോവാണ്. നിന്റെ തോന്നിയാസക്കാരൻ എന്റെ മോളുടെ ജീവിത തോന്നലോടെ സോഷ്യൽ മീഡിയക്കകത്ത് വല്ലതും ചെയ്യുകയാണെങ്കിൽ അത് സമൂഹത്തിന് ഗുണം ചെയ്യുന്നതാവണം. അങ്ങനെ ചെയ്യണമെങ്കിൽ അതിനുള്ള കഴിവ് വേണം, ബുദ്ധി വേണം, അതിനുള്ള സാമർത്ഥ്യവും വേണം. നിനക്കതില്ല. ഇല്ലാത്ത ആളുകൾ ഈ വക തോന്നിയാസത്തിന് മെനക്കെടരുത്. നാണോ മാനില്ലാത്ത ഇങ്ങനെ ഓരോന്ന് ഇറങ്ങി പുറപ്പെടുമ്പോ നിനക്ക് ജന്മം തന്ന തറവാടിനെ കുറിച്ചെങ്കിലും ഓർക്കണ്ടാ നീ. നിന്റെ യൂട്യൂബ് ചാനൽ തനി മാങ്ങ ഒക്കത്ത് കൊണ്ട് നോക്കണോട്. 5 മിനിറ്റ് സമയം ഞാൻ തരും. അതിനുള്ള എല്ലാം നിർത്തിക്കോളണം. മര്യാദക്ക് ജോലി ചെയ്ത് ഇവിടെ താമസിക്കുകയാണെങ്കിൽ താമസിച്ചോ, ഇല്ലെങ്കിൽ കടന്നു നോക്കോളൂ. പറഞ്ഞു മനസ്സിലായില്ല? മനസ്സിലായി. ശാരീരിക അത്ര പോലെ ചേട്ടൻ കൂന്തം